ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഗൗരിയും ശങ്കറിൻ്റെയും തിരുവനന്തപുരത്തേക്ക് പോയത് ഉറഞ്ഞു തുള്ളാണ് നമ്മുടെ മഹാദേവൻ. രാധാമണി തങ്കച്ചിയും വഴക്ക് പറയുന്നു, ശേഖരനെ വഴക്ക് പറയുന്നു. രാധാമണിയോട് പറയണോ, നീ കാരണമല്ലേ പോയത്, നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലേ നിൻ്റെ മോനെയും മരുമോളെയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലാൻഡ് ലൈനിൽ ശങ്കറിനെ വിളിച്ചു നോക്കിയോ എന്നൊക്കെ ശേഖരനോട് ചോദിക്കുന്നു. ശേഖരൻ പറഞ്ഞു അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ ഗഡി ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ലാൻഡ് ലൈനിലേക്ക് വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുകയാണ്. നന്ദിനിയമ്മയാണ് ഫോൺ എടുക്കുന്നത്. ഞാനേ ശങ്കറിൻ്റെ അച്ഛനാ, ആ കുട്ടി ശങ്കറിൻ്റെ കിളിക്ക് ഫോൺ അങ്ങോട്ട് കൊടുത്തേ, അതായത് ഗൗരിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ശങ്കറും ഇവിടെ ഇല്ല, ഗൗരി ഇവിടെ ആക്കിയിട്ട് ശങ്കർ പോയി എന്നിങ്ങനെ പറയുകയാണ്. എവിടേക്ക് പോയി? എന്നാൽ ഗൗരിയുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി അവൻ എവിടെയെങ്കിലും പോയാലേ ഗൗരിക്ക് അറിയായിരിക്കും, ഞാൻ അവളോട് നേരിട്ട് ചോദിച്ചോളാം. അപ്പോൾ ഗൗരി ഇവിടെ ഇല്ല. ഗൗരി അങ്ങോട്ട് പോയി. ഗൗരി ആദർശം കൂടി വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹാദേവൻ്റെ ഭാവം അങ്ങോട്ട് മാറി കേട്ടോ. നമ്മുടെ മഹാദേവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നന്ദിനിയമ്മ ഹലോ ഹലോ എന്നിങ്ങനെ വെക്കുക. നിങ്ങൾ എന്തുട്ടാ കാണിക്കണത്? ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആരോട് ചോദിച്ചിട്ടായി ഗൗരിയെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് വിട്ടത് എന്നൊക്കെ 100 ചോദ്യങ്ങളും ഒച്ചപ്പാടും. എനിക്കറിയാത്ത ഏത് വക്കീലാണ് ഉള്ളത്? നിങ്ങളുടെ മോളുണ്ടല്ലോ ഗൗരി, അവളെ നിങ്ങളുടെ മോള് മാത്രമല്ല, എൻ്റെ മരുമോള് കൂടിയാണ്. ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമോള് കൂടിയാണ്. എൻ്റെ മരുമോള് ഈ കാര്യത്തിലേക്ക് വലിച്ചഴക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? ഈ കൊലക്കേസിൻ്റെ പിന്നാലെ എൻ്റെ മരുമോള് നടക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ തുള്ളി നമ്മുടെ നന്ദിനിയമ്മയാണ് ആകെ പേടിച്ചാരിട്ടിങ്ങനെ നിൽക്കുക. ഈ ചാരങ്ങട്ട് മഹാദേവനെ മോശക്കേട്, നിങ്ങൾ മറന്നാലും അവൾ ആരാണെന്ന് അവൾ മറക്കാൻ പാടില്ലായിരുന്നു, അവൾ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എൻ്റെ മോൻ അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കണ്ണടച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയമ്മ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ഗൗരിയും ശങ്കറും ഇന്നിവിടെ എത്തിയിരിക്കണം. പറഞ്ഞതും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പ്രൊഫസറുടെ ഭാര്യയെ? നന്ദിനിയമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, കേട്ടോ പേടിച്ചാറിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ ശങ്കർ ശ്യാമപ്രസാദിൻ്റെ അരികിൽ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. ആകെ സങ്കടം പറയുകയാണ്. ഗൗരിയെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയത്, പക്ഷേ ആരും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ശ്യാം സാറ് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്. ശ്യാം സാറിനെല്ലാം മനസ്സിലാകും. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചില്ലേ, അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശ്യാം ആകെ പേടിച്ച് അരണ്ടിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ശങ്കർ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോഴേക്ക് ശങ്കർ പറഞ്ഞു ശ്യാം സാറിൻ്റെ വീട്ടിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും ഗൗരി അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ശ്യാം സാറേ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടനല്ലേ ഞാൻ? അല്ലേ, ഏറ്റവും വലിയ മണ്ടൻ. ഗൗരി എന്നും പറഞ്ഞ് സ്നേഹിച്ച് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ നടക്കായിരുന്നില്ലേ? പക്ഷേ എൻ്റെ സ്നേഹത്തിന് ഇന്നേ വരെ അവൾ ഒരു വിലയെങ്കിലും നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ? അവൾ എന്നെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ എന്നെ ഇതൊക്കെ മറച്ചു വെച്ചത്? അപ്പോഴേക്കും ശ്യാമപ്രസാദ് പറഞ്ഞു അങ്ങനെയല്ല മോനെ, ഗൗരി നീ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം. അപ്പോൾ വേണ്ട ശ്യാം സാറേ, വേണ്ട, ഇനി ആരും എന്നോടൊന്നും പറയാൻ വരണ്ട. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനി അങ്ങോട്ടേക്ക് കേൾക്കുകയും വേണ്ട. എനിക്ക് ഇതുവരെ ആരും എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ ഒരു മകനായിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ആ വീട്ടിൽ കണ്ടിട്ടില്ല, മരുമകനായിട്ട് പോലും കണ്ടിട്ടില്ല, അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ശങ്കർ ഇറങ്ങിപ്പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്യാമിന് മനസ്സിലായി ശങ്കറിനോട് പറയാതെ ധ്രുവനെതിരെ പോലീസിൽ ഗൗരി പരാതി കൊടുത്തു. ഇതാണ് ശങ്കറിനെ ഇപ്പോൾ ഇത്ര വേദനിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ തട്ടിക്കൊണ്ടുപോയതും ധ്രുവൻ്റെ ഒപ്പം ഗൗരി താമസമൊക്കെ ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും കുറ്റം ഞാൻ ഏറ്റത് നന്നായി. ശങ്കർ ഒന്നും അറിയരുത്, ഇല്ലെങ്കിൽ എൻ്റെ മകളുടെ ജീവിതം തകർന്നു പോയേനെ എന്നൊക്കെ ഓർത്തുകൊണ്ട് ശ്യാമപ്രസാദ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വക്കീലിൻ്റെ ഓഫീസാണ്. നമ്മുടെ ഗൗരിയും
ആദർശും ഗൗരി ആദർശും കൂടി വക്കീലിനെ കാണാനായിട്ട് ചെല്ലാണ്. അവർ പരിചയപ്പെടുത്താണ്, ഞാൻ ശ്യാമപ്രസാദിൻ്റെ മകളാണ്, ഇത് മകനാണ് എന്നൊക്കെ പറഞ്ഞു. ശ്യാമപ്രസാദിൻ്റെ മക്കളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ശ്യാം സാറിൻ്റെ മക്കളായിരുന്നോ, ഇരിക്കിരിക്കിരിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണം. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയും നല്ലൊരു അധ്യാപകനെയും ഒരു മനുഷ്യനെയും ഞാൻ ലൈഫിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല, ശ്യാം സാർ പഠിപ്പിച്ചിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. അപ്പോഴേക്കും ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്ന് നമ്മുടെ ആദർശ് പറയുക. ശ്യാം സാറിൻ്റെ വിശേഷങ്ങൾ എന്താ, സാർ സുഖമായിട്ടിരിക്കുന്നോ, സാറിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി കാര്യം പറയുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് അച്ഛനിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങളിപ്പോൾ സാറിനെ കാണാൻ വന്നതും അച്ഛന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തു പറ്റി ശ്യാം സാറിന് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ ഗൗരി ഇങ്ങനെ പറയുകയാണ്. അച്ഛൻ ഇങ്ങനെ മൊഴി കൊടുക്കുകയും ചെയ്തു ഞങ്ങൾക്ക് അച്ഛനെ പുറത്തിറക്കണമെന്നുണ്ട്. അച്ഛൻ മൊഴി കൊടുത്തത് പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും പ്രശ്നമല്ല, പോലീസിൻ്റെ ഭീഷണിയെ തുടർന്നിട്ടാണ് ശ്യാം സാർ അങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് നമുക്ക് കോടതിയിൽ സ്ഥാപിക്കാം. അപ്പോൾ കോടതി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കേസിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എങ്കിൽ ഞാൻ അച്ഛൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അങ്ങനെ ഒരാളെ സഹായിക്കാൻ എനിക്ക് കിട്ടുന്ന അവസരം ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നാളെ നമുക്ക് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. നാളെ തന്നെ ശ്യാം സാറിന് ജാമ്യം കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. അപ്പോൾ നമുക്ക് നാളെ കോടതിയിൽ വെച്ചിട്ട് കാണാം. അപ്പം നാളെ തന്നെ അച്ഛന് ജാമ്യം കിട്ടുന്ന ഉറപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്യാം സാറിന് യാതൊരുവിധ ക്രിമിനൽസ് ഹിസ്റ്ററിയില്ല, ഇത് പോലീസുകാർ തന്നെ തട്ടിക്കൂട്ടിയതാണ് എന്ന് കോടതിയിൽ തെളിയിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാറിനെ രക്ഷിക്കാനായിട്ട് പറ്റുമെനിക്ക്. നാളെ നിങ്ങൾ കോടതിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് ശ്യാം സാറിനൊപ്പം ആയിരിക്കും എന്ന് വക്കീൽ വാക്ക് കൊടുക്കുകയാണ് ഗൗരിക്കും ആദർശിനും. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇതേ സമയം നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിയൊക്കെ കൂടി ഇവരെ കാത്തിരിക്കുകയാണ്, ഗൗരിയെ കാത്തിരിക്കുകയാണ്. ഗൗരി ആദർശം പോയിട്ട് തിരികെ എത്തിയില്ലല്ലോ, എന്തായി എന്നറിയാതെ. ആ സമയത്താണ് ഗൗരി ആദർശം അങ്ങോട്ടേക്ക് വരുന്നത്. ഏതെങ്കിലും വക്കീലിനെ കണ്ടോ, കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പം ഇനി ഒരു പേടിയും വേണ്ട കേസിൻ്റെ കാര്യത്തിൽ അച്ഛൻ നാളെ പുറത്തിറങ്ങും, അത് ഉറപ്പാണ് എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജ്യോതിഷ് അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായി. അയാൾ വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ട്, നല്ല ഹിസ്റ്ററിയാണ്, അത്ര മിടുക്കനായിട്ടുള്ള അഡ്വക്കേറ്റാണ്. നമ്മുടെ അച്ഛൻ പുറത്തിറങ്ങും, അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയിലാണ് കേട്ടോ ഇവരെല്ലാവരും. എന്നാലും നന്ദിനിക്ക് ഒരു പേടിയില്ലാതില്ല. അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ട, അച്ഛൻ നാളെ തന്നെ തിരിച്ചു വരും. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇന്നിവിടെ നിൽക്കണ്ട, ചാരങ്ങാട്ടിൽ നിന്ന് മഹാദേവൻ വിളിച്ചായിരുന്നു, നീ തൃശ്ശൂരിലേക്ക് തിരിച്ചു പൊക്കോ, നീ ഇവിടെ നിൽക്കണം, ശരിയല്ല. ശങ്കർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമോ, അല്ലെങ്കിൽ ആദർശ് നിന്നെ കൊണ്ടാക്കും. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ആദർശേട്ടൻ എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കിയരെ ശങ്കർ കൂട്ടാൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം ശങ്കർ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ പോയത് എന്ന് ഗൗരി പറഞ്ഞപ്പോഴേക്കും ശങ്കർ ഇതും കേട്ടോണ്ട് അങ്ങോട്ട് വന്നു. എൻ്റെ ഗൗരിയെ, എല്ലാ കാര്യത്തിലും നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണല്ലോ, എന്തിനാ നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണത്, നിങ്ങൾ എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്തത്, എത്ര തവണ ഞാൻ നിന്നെ വിളിക്കാൻ വരാണ്ടിരുന്നിട്ടുണ്ട്, നീ ഒന്ന് പറഞ്ഞേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ വിളിക്കാൻ വരാതിരുന്നിട്ടുണ്ടോ, നിനക്ക് തോന്നുന്ന പോലെ നീ ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ച് കാച്ചും. തൃശ്ശൂരിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്കും നന്ദിനിയമ്മ പറഞ്ഞു, അയ്യോ മോനെ ഗൗരി, അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മോൻ ചിലപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. അപ്പോഴേക്കും ശങ്കർ പറഞ്ഞു, എന്തായാലും എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് വേണേലും വിചാരിക്കാമല്ലോ ഗൗരി, എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷയമില്ല. പിന്നെ നമ്മളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ, വലിയ വലിയ അറിവുള്ള ആൾക്കാർ പറയുന്നതാണ്. അറിവും ഇവരൊക്കെ ഉള്ളവർ പറയുന്നത് കറക്റ്റല്ലേ, നമ്മൾ കുഴപ്പമൊന്നും ഇല്ലാത്തവരല്ലേ എന്നൊക്കെ ശങ്കർ. പിന്നെ നന്ദിനിയമ്മേ, ഗൗരിക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെയും കെയറിങ്ങിൻ്റെയും കാര്യത്തിൽ അല്പം കുറവ് കാണിച്ചാലും അവളോട് തിരിച്ചുള്ള എൻ്റെ സ്നേഹത്തിൻ്റെയും കെയറിങ്ങിൻ്റെയും കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു കുറവും വരില്ല. എന്നാൽ ഗൗരി നമുക്ക് ഇങ്ങോട്ട് തെറിച്ചാലോ. ഇപ്പോൾ ഗൗരി അന്തം വിട്ട് നോക്കുക, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന്. എന്നാൽ ശരി, ആദർശേട്ടാ രാവിലെ തന്നെ വക്കീലിനെ പോയി കാണണം കേട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞ് സൂക്ഷിച്ച് പോകണം കേട്ടോ. അപ്പോൾ ശങ്കർ പറഞ്ഞു, അതെ എനിക്കെന്തെങ്കിലും പറ്റിയാലും ഗൗരിക്കൊന്നും പറ്റത്തില്ല, ഒരു മണ്ടര് പോലും ആ ദേഹത്ത് വീഴാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഗൗരിയും ശങ്കറും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്.
എന്തായാലും വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ് ഗൗരിയും ശങ്കറും. പോകുമ്പോൾ ഗൗരി ഒരുപാട് സംസാരിക്കുകയാണ്, ഒരുപാട് ഗൗരി ശങ്കറിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛന് നാളെ ജാമ്യം കിട്ടുമെന്നും വക്കീൽ ഉറപ്പ് പറഞ്ഞെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ശങ്കർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അയ്യോ, ഞാൻ വക്കീലിനെ കാണാൻ പോയ കാര്യം ശങ്കറിനോട് പറഞ്ഞില്ല അല്ലേ? ആ വക്കീലിനെ കാണാൻ പോയിരുന്നു. ആദർശേട്ടനും ഞാനും കൂടി വക്കീലിനെ പോയി കണ്ടത്. അത് ജ്യോതിഷം നമ്മുടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ അപ്പോഴും ശങ്കർ ഒന്നും മിണ്ടുന്നില്ല. ശങ്കറിന് പരിഭവമാണ് കേട്ടോ, തന്നിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെച്ചതിന്. അപ്പോൾ ശങ്കറിൻ്റെ ഈ ഭാവം കണ്ടിട്ട്, എന്താ ശങ്കർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറ ശങ്കർ, എന്ത് പറ്റി എന്നൊക്കെ ഗൗരി ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശങ്കർ പറഞ്ഞു, എന്തുട്ടാ ഗൗരി, നിനക്കൊന്ന് അടങ്ങിയിരുന്നൂടെ, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ശങ്കർ മൈൻഡ് ചെയ്യാണ്ട് ഇവളോട് കൂടുതലൊന്നും സംസാരിക്കാൻ പോകാണ്ട് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഗൗരിയാണെങ്കിൽ ഇത് എന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം നന്ദിനിയമ്മ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശ് വന്നിട്ട്, എന്താ അമ്മയുടെ പ്രശ്നം, എന്താണെങ്കിലും തുറന്ന് പറ, അച്ഛനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞല്ലോ, ഇനി അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പോൾ അച്ഛനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞാലും ശ്യാമേട്ട് ചിലപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന അച്ഛൻ ചെയ്യാത്ത തെറ്റിന് ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അച്ഛൻ എതിർത്താലും കേസ് നടത്തേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അപ്പോൾ ആദർശിനോട് നന്ദിനിയമ്മ പറയുകയാണ്, നീ നിൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ട്. കാരണം ഗൗരിക്കൊന്നും വരുത്തരുത്, ഗൗരിയുടെ ജീവിതത്തിനൊന്നും വരരുത് എന്ന് പ്രതീക്ഷിച്ചിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗൗരിയുടെ ജീവിതത്തിനൊന്നും വരാൻ പാടില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇല്ല, ഗൗരിക്കൊന്നും സംഭവിക്കില്ല. അവൾ വിവാഹത്തിന് മുമ്പ് എത്ര സന്തോഷത്തോടെയാണോ ജീവിച്ചത്, ഇനിയും അവൾ അങ്ങനെ തന്നെ ജീവിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അച്ഛൻ്റെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവുകയാണ്. എന്നാലും നന്ദിനിയമ്മയുടെ ആശങ്ക മാറുന്നില്ല. നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിയും ശങ്കറിനും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരിക. അപ്പോഴേക്കും മഹാദേവൻ ചോദിച്ചു, നീ എങ്ങോട്ടാ, നീ നിൻ്റെ പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ഞാൻ വക്കീലിനെ കണ്ടായിരുന്നു, ഇന്ന് ജാമ്യത്തിൻ്റെ കാര്യം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കോടതിയിലേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും ശേഖരൻ ചോദിച്ചു, എടാ ശങ്കറെ, നീ നിൻ്റെ ഭാര്യ പറയുന്നതൊക്കെ കേട്ടില്ലേ, എന്നിട്ട് എന്താടാ ഒന്നും അറിയാത്ത പോലെ കുന്തം വിഴുങ്ങി നിൽക്കണത്? ഓ, അവനൊന്നും അറിയത്തില്ലല്ലോ, അവൻ്റെ ഗൗളി എന്താണോ ചലക്കണത് അതിനനുസരിച്ച് അവനും ചലിക്കും. ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2 പേരോട് ഞാൻ പറഞ്ഞതാണ്, പോവല്ലേ എന്ന്. ഇവരുടെ കല്യാണത്തിന് മുമ്പ് ഇവനോട് ഞാൻ എന്ത് പറഞ്ഞാലും മറുത്തൊരക്ഷരം പറയാതെ ഇവനെ അനുസരിക്കുമായിരുന്നു. ഇപ്പോഴും അവന് അനുസരണയില്ല, ഒന്നുമില്ല. അപ്പോഴേക്കും ശങ്കർ പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, പക്ഷേ കാര്യം വേണം അമ്മ പറയുന്നതിൽ. നമ്മുടെ അച്ഛൻ പറയണ എന്ത് കാര്യമാണ് ഞാൻ അനുസരിക്കാതെ നിന്നിട്ടുള്ളത്? അപ്പോൾ പ്രൊഫസറുടെ ഒരു കാര്യത്തിന് ഈ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞതല്ലേടാ, എന്നിട്ട് നീ ഇപ്പോൾ എന്തുട്ടാടാ കാണിക്കണത് എന്നും പറഞ്ഞ് നമ്മുടെ ശേഖരൻ വഴക്ക് പറയുകയാണ് ശങ്കറിനെ. അപ്പോഴേക്കും മഹാദേവൻ പറഞ്ഞിട്ട്, ശേഖര മതിയിടാ, നിർത്തടാ, നീയേ എൻ്റെ അന്തേങ്ങാൻ ശ്രമിക്കണ്ട, ഞാനിവിടെ ഉള്ളപ്പം ഞാൻ സംസാരിച്ചോളാം കേട്ടല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ ജീവനോടെ എന്നും പറഞ്ഞ് മഹാദേവൻ അയാളുടെ സ്വഭാവം നിന്ന നിപ്പിലാണ് മാറിപ്പോകുന്നത് കേട്ടോ. എന്തായാലും ഇവരെ കോടതിയിലേക്ക് പോകാനായിട്ട് അനുവദിക്കരുത് എന്ന് ശേഖരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശങ്കർ പറഞ്ഞു, ഗൗരിയെ തിരുവനന്തപുരത്തിന് കൊണ്ടാണ് ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കൊണ്ടുപോയിരിക്കും, അതിപ്പോൾ ആരൊക്കെ എതിർത്താലും ഞാൻ കൊണ്ടുപോയിരിക്കും. അപ്പോഴേക്കും ശേഖരൻ പറഞ്ഞു, എന്നാൽ എനിക്കൊന്ന് കാണണമല്ലോ. അതേ ചോട്ടക്കൊണ്ടോന്ന് തുടങ്ങിയ വീണ്ടും കീരിയും പാമ്പും പോലെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹാദേവൻ ഉറഞ്ഞുതുള്ളുക. നിനക്കെന്തോട്ടാ ശേഖര, പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ സംസാരിച്ചോളാം. ഗൗരീനെ എത്ര കാലം നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റും, പറയടാ, എത്ര കാലം നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റും? നിൻ്റെ നാവിറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ച് ശേഖരൻ മഹാദേവൻ ഈ ചാരങ്ങാട്ട് വീട്ടിൽ ആരെയും തടഞ്ഞു വെക്കേണ്ട ഒരു കാര്യമില്ല. അവളുടെ അച്ഛൻ്റെ കാര്യമല്ലേ, അതിന് അവൾ പോവാണ്ട് പിന്നെ ആരാ പോവാ, പിന്നെ നീ പോവോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എലക്ഷൻ്റെ സീറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാമെന്നേ. ഈ ചാരങ്ങാട്ട് മഹാദേവൻ എത്രയും പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവാതെ ശേഖരനും രാധാമണി തങ്കച്ചി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മഹാദേവൻ പറയുകയാണ്, എനിക്ക് സീറ്റ് കിട്ടുന്നതോ എലക്ഷനോ ഞാൻ ജയിക്കുന്നതോ ഗൗരിയെ സംബന്ധിച്ചും ശങ്കറിനെ സംബന്ധിച്ചും ഒന്നും ഒരു വിഷയമല്ലല്ലോ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാദേവൻ ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുക. നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കണം. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയല്ലേ.
കുട്ടിശങ്കരാ പൊക്കോടാ, നീ ഇറങ്ങി പൊക്കോടാ, സമയം കളയണ്ട പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പരവേശം കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കും കേട്ടോ. അതായത് ഇയാൾക്ക് എന്തോ വയ്യാക, സങ്കടം, ടെൻഷൻ മൂത്ത പോലെയൊക്കെ ഇയാൾ കിതയ്ക്കുകയൊക്കെയാണ് മഹാദേവൻ. അപ്പോഴേക്കും ശങ്കർ പറഞ്ഞു, ഗൗരി നമുക്ക് പോണ്ട, എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് എങ്ങോട്ടും പോകണ്ട, തൽക്കാലം നീ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു ശങ്കറിൻ്റെ ഈ ഒരു തീരുമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗരി ആകെ സങ്കടപ്പെട്ട് ശങ്കറിനെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനട്ടോ. സി ഓക്കെ, താങ്ക് യു.